Good morning, students. We are going to discuss about the topic geographical indications. What is a geographical indication? A geographical indication is a name or sign used on certain products which corresponds to a specific geographical location or origin, like a town, region, or country. So, the geographical indication is a name or sign which indicates or represents that the product come from a specific area for a specific geographical location. So, a geographical indication is a name or sign that indicates that a product comes from a particular geographical area or origin. Example, basmati rice comes from India and Swiss watches comes from Switzerland. So, a geographical indication can be a name or sign that indicates that products come from a specific geographical region or origin. Example, basmati rice and Swiss watches. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസിനെ കുറിച്ചാണ്. അപ്പം ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത് ഒരു നെയിമോ അല്ലെങ്കിൽ ഒരു സൈൻ ആയിരിക്കും. അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു പ്രോഡക്റ്റ് ഒരു പെർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ നിന്നാണ് വരുന്നതെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ അതൊരു നെയിമോ അല്ലെങ്കിൽ ഒരു സൈനോ ആയിരിക്കും. ആ നെയിമോ അല്ലെങ്കിൽ സൈനോ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു പ്രോഡക്റ്റ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ നിന്നാണ് വരുന്നതെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വിസ് വാച്ചസ് വരുന്നത് സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ്. അപ്പോൾ അത് നമുക്ക് സ്വിസ് വാച്ചസ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും ഈ വാച്ച് വരുന്നത് സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ്. അപ്പോൾ ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു നെയിമോ അല്ലെങ്കിൽ ഒരു സിമ്പിളായിരിക്കും. അതൊരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നാണ് ആ പ്രോഡക്റ്റ് വരുന്നതെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ നെയിം അല്ലെങ്കിൽ സിമ്പിളോ ഉപയോഗിക്കുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിൽ നിന്നാണ് ആ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു? ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ സിമ്പിൾ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ നെയിം യൂസ് ചെയ്യുന്നു. എക്സാമ്പിളാണ് സ്വിസ് വാച്ചസ് വിച്ച് കംസ് ഫ്രം സ്വിറ്റ്സർലാൻഡ്. സോ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്? It provides legal protection and prevents from the product from unauthorized use. The second advantage is that it is benefit for farmers and local producers. Next advantage is that it boosts the rural development. Next advantage is that it reduces unfair practices of trade. The another advantage is that it helps in preserving local culture and resources. Another advantage is that it provides complete information to consumers. So following are the advantages of geographical indication mark. First one, it provides the legal protection to our product and it prevents from unauthorized use. So it provides a legal protection for our product and it prevents the unauthorized use of our product. The second benefit is that it is beneficial to the farmers who produce this product and local producers. Next benefit is that it boosts the rural development. Another benefit is that it reduces unfair practices of trade, that is it prevents imitation, etc. And the next one is that it helps in preserving local culture and resources. And it also provides complete information to consumers. So the following are the advantages of geographical indication mark. ഇപ്പം ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ മാർക്സിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, അത് നമ്മുടെ പ്രോഡക്റ്റിന് ലീഗൽ പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ പ്രോഡക്റ്റിന് ലീഗൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യും. അൺഓതറൈസ്ഡ് യൂസ് പ്രിവെൻറ്റ് ചെയ്യും. രണ്ടാമത്തത്, അത് ഫാമേഴ്സിനും ലോക്കൽ പ്രൊഡ്യൂസേഴ്സിനും ബെനിഫിഷ്യലാണ്. അത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ മാർക്കുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന് കൂടുതൽ ബിസിനസ്സും കൂടുതൽ മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാമേഴ്സിനും ലോക്കൽ പ്രൊഡ്യൂസേഴ്സിനും ബെനിഫിഷ്യലാണ്. നെക്സ്റ്റ്, ഇറ്റ് ബൂസ്റ്റ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയ എന്നുള്ള പ്രോഡക്റ്റാണ് നമ്മൾ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ഏരിയ എന്നുള്ള പ്രോഡക്റ്റിന് കൂടുതൽ ബിസിനസ് ഉണ്ടായാൽ ആ ഏരിയയ്ക്ക് കൂടുതലായിട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ സ്വിസ് വാച്ചസ് അല്ലെങ്കിൽ സ്വിസ് ചോക്ലേറ്റ്സ് കൂടുതലായിട്ട് ബിസിനസ് ചെയ്താൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്വിറ്റ്സർലാൻഡിലെ ഏരിയയ്ക്ക് എന്തുണ്ടാവും?
കൂടുതൽ ഫൈനാൻഷ്യൽ ഡെവലപ്മെൻറ്റും കൂടുതൽ റൂറൽ ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടാവും. അതായത് ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജോഗ്രഫിക്കൽ ഏരിയയ്ക്ക് ആ ബിസിനസ് വഴി കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. നെക്സ്റ്റ്, ഇറ്റ് റെഡ്യൂസസ് അൺഫെയർ പ്രാക്ടീസസ് ഓഫ് ട്രേഡ്. അതായത് ഈ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ മാർക്കുള്ള പ്രോഡക്റ്റിനെ കോപ്പി ചെയ്യലും അങ്ങനത്തെ അൺഫെയർ പ്രാക്ടീസസ് ഒന്നും ഇതിൽ നടക്കില്ല. ഇപ്പോൾ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് അൺഫെയർ പ്രാക്ടീസസ് ലൈക്ക് ഇമിറ്റേഷൻ പ്രിവെൻറ്റ് ചെയ്യും. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിസർവിങ് ലോക്കൽ കൾച്ചർ ആൻഡ് റിസോഴ്സസ്. അപ്പോൾ ലോക്കൽ കൾച്ചറും റിസോഴ്സസും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ മാർക്ക് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ആ റീജിയനിലുള്ള കൾച്ചർ, അതായത് ആ പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ മാർക്കും കൂടുതൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ ആ റീജിയനിൽ ആ പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ ഒന്നും നടക്കില്ല. ആ കൾച്ചറിൻ്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ ആ പ്രോഡക്റ്റൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ലോക്കൽ കൾച്ചറിനെയും ബൂസ്റ്റ് ചെയ്യും. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ടു കൺസ്യൂമേഴ്സ്. ഇപ്പോൾ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും കൺസ്യൂമേഴ്സിന് കൊടുക്കും. So what are the conditions to get geographical indication mark? It relates to good, although in some countries services are also included. These goods or services must originate from a defined area, and the goods or service must have qualities, reputation or other characteristics which are clearly linked to the geographical origin of the goods. So following are the conditions to get a geographical indication mark. First one, it must originate from a defined geographical area. And second one is that it must have the quality, reputation and other characteristic linked to that geographical origin of the goods. അപ്പോൾ രണ്ട് കണ്ടീഷൻസ് ആണ് ഒരു GI മാർക്ക് കിട്ടാൻ. ഒരു പ്രോഡക്റ്റിന് GI മാർക്ക് കിട്ടണമെങ്കിൽ അത് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തത് ആ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ നിന്ന് തന്നെ ആ പ്രോഡക്റ്റ് ഒറിജിനേറ്റ് ചെയ്യണം. രണ്ടാമത്തത് എന്താണ്, അതിന് നല്ല ക്വാളിറ്റിയും റെപ്യൂട്ടേഷനും ഒക്കെ ഉണ്ടാണ്. അപ്പോൾ ആ ജോഗ്രഫിക്കൽ ഏരിയയായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ക്വാളിറ്റിയും റെപ്യൂട്ടേഷനും ക്യാരക്ടറിസ്റ്റിക്കും ഒക്കെ എന്തിനുണ്ടാകണം, ആ പ്രോഡക്റ്റിന് ഉണ്ടാകണം. അപ്പോൾ രണ്ട് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോഡക്റ്റിന് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ മാർക്ക് കിട്ടൂ. ഒന്ന്, ആ ജോഗ്രഫിക്കൽ ഏരിയ, അതായത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ മാർക്ക് കിട്ടിയ ഏരിയയിൽ നിന്ന് തന്നെ ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യണം. രണ്ടാമത്, ആ ജോഗ്രഫിക്കൽ ഏരിയയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ആ പ്രോഡക്റ്റിന് ഉണ്ടായിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു പ്രോഡക്റ്റിന് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ മാർക്ക് പദവി കിട്ടൂ. So what are the base of geographical indication? It contains the name of the country, region or locality like Darjeeling tea, and any name which relates to a specific geographical area and is used upon or in relation to the particular goods originating from that country, region or locality, like basmati rice. The goods should be of agricultural, natural, manufactured, handicrafts, industrial product, foodstuffs, etc. So basically the GI name or the GI tag of a product consists of the following things. First one, it consists of the name of the country or the region in which it originates, like Darjeeling tea originating from Darjeeling in India, or it consists of the name of the geographical area or something related to the particular goods originating from a country or locality like basmati rice, or it should be a goods of agricultural, natural, manufactured, handicrafts, industrial or foodstuff, etc. അപ്പോൾ ഒരു ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ മാർക്കിൽ എന്തൊക്കെ ഉണ്ടാവും? ഒന്നാമത്തത് അത് ഒറിജിനേറ്റ് ചെയ്യുന്ന കൺട്രി അല്ലെങ്കിൽ റീജിയൻ്റെ പേരുണ്ടാവും. രണ്ടാമത്തത് ആ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ആ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ കൺട്രി അല്ലെങ്കിൽ ലൊക്കാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും. പിന്നെ ഈ ഗുഡ്സ് ഒന്നെങ്കിൽ അഗ്രികൾച്ചറൽ, നാച്ചുറൽ, മാനുഫാക്ചേർഡ്, ഹാൻഡിക്രാഫ്റ്റ്സ്, ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഫുഡ് സ്റ്റെപ്സ് പ്രോഡക്ട്സ് ഒക്കെ ആയിരിക്കാം. So the agricultural goods which gets the GI tag are Nagpuri orange coming from Maharashtra, Fasali mango from West Bengal, spice from like Malabar pepper from Kerala, Balai wheat from Bal region Gujarat, Udupi Mattu gulab brinjal from Karnataka. So following are the agricultural goods which gets the GI tag, like Nagpuri orange is very famous, like you had heard, it comes from Maharashtra and
Firstly, mango from West Bengal, spice Malabar pepper from Kerala, Balai wheat from Bal region, Gujarat, Udupi Mattu Gulab Brinjal from Karnataka. ഇപ്പോൾ അഗ്രികൾച്ചർ ഗുഡ്സ് ആണ്, അതായത് GI ടാഗ് കിട്ടിയ അഗ്രികൾച്ചറൽ ഗുഡ്സ് ആണ് പറയുന്നത്. ഒന്നാമത്തെ നാഗ്പൂരി ഓറഞ്ച്, നിങ്ങൾക്കറിയാം നാഗ്പൂർ മഹാരാഷ്ട്രയിലാണ്. ഫസ്റ്റ്ലി മാംഗോ വെസ്റ്റ് ബംഗാളിലാണ്. സ്പൈസ് ലൈക്ക് നമ്മുടെ കുരുമുളകില്ലേ, കുരുമുളക് ഫ്രം കേരള. ബലായ് വീറ്റ് ഫ്രം ബാൽ റീജിയൻ ഗുജറാത്ത്. ഉടുപ്പി മാട്ടു ഗുലാബ് ബ്രിഞ്ചൽ, ഒരു ടൈപ്പ് ഓഫ് ബ്രിഞ്ചലാണ് ഫ്രം കർണാടക. അപ്പോൾ അതിൻ്റെ ചിലതിൻ്റെ ഫോട്ടോസ് ഉണ്ട്. നാഗ്പൂരി ഓറഞ്ചാണത്. ബസ്മതി റൈസിൻ്റെ പിക്ചർ ഉണ്ട്. ഫസലി മാംഗോൻ്റെ പിക്ചർ ഉണ്ട്. ഡാർജിലിംഗ് ടീൻ്റെ എംബ്ലം ഉണ്ട്. പിന്നെ മലബാർ ബ്ലാക്ക് പെപ്പർ ഉണ്ട്. നെക്സ്റ്റ്, മാനുഫാക്ചർഡ് ഗുഡ്സിൽ കൺസിസ്റ്റ് ഓഫ് ടെക്സ്റ്റൈൽ ഫ്രം കുളു ഷോൾ ഫ്രം ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോളാണ് കുളു ഷോൾ എന്ന് പറയുന്നത്. കുളുമണാലിയിലൊക്കെ കിട്ടുന്ന ഷോളാണ്. അതിന് GI ടാഗ് ഉണ്ട്. പിന്നെ ലെതർ പ്രോഡക്റ്റ് ഫ്രം കോലാപുരി ചപ്പൽസ്. ലെതർ പ്രോഡക്റ്റിൽ വരുന്നതാണ് കോലാപുരി ചപ്പൽ. ഇപ്പോൾ ഒരു ടൈപ്പ് ചപ്പലാണ് കോലാപുരി ചപ്പൽ. അതിന് അതൊരു ലെതർ പ്രോഡക്റ്റാണ്. അതിന് GI ഇൻഡിക്കേറ്റഡ് മാർക്ക് ഉണ്ട്. പിന്നെ ടെക്സ്റ്റൈൽസിൽ വരുന്നതാണ് മൈസൂർ സിൽക്ക് ആൻഡ് ബനാറസി സാരി. ഇപ്പോൾ മൈസൂർ സിൽക്ക്, കർണാടകയിലെ മൈസൂരിലുള്ള സിൽക്കും പിന്നെ ബനാറസിലുള്ള സാരിയും, ഇത് രണ്ടും ടെക്സ്റ്റൈലിൽ GI ടാഗ് കിട്ടിയതാണ്. പിന്നെ കസൂട്ടി എംബ്രോയ്ഡറി ഫ്രം കർണാടക, ഒരു ടൈപ്പ് ഓഫ് എംബ്രോയ്ഡറി വർക്കാണ് ഫ്രം കർണാടക. അപ്പോൾ അതിൻ്റെ ചിലതിൻ്റെ പിക്ചേഴ്സ് ഉണ്ട്. അതായത് മൈസൂർ സാൻഡിൽ ഓയിൽ ഉണ്ട്, കസൂട്ടി എംബ്രോയ്ഡറിൻ്റെ പിക്ചർ ഉണ്ട്, പിന്നെ ആറന്മുള കണ്ണാടി ഉണ്ട്. നെക്സ്റ്റ്, ഹാൻഡിക്രാഫ്റ്റ്സ് ഗുഡ്സിൽ വരുന്നതാണ് ടെറി കോട്ട ഫ്രം മൊളേല രാജ് സമന്ത് ആൻഡ് മൈസൂർ റോസ്വുഡ് ഇൻലേ ഫ്രം കർണാടക. ബ്ലൂ പോട്രി ഫ്രം ജയ്പൂർ. കൊട്ട ഡോറിയ ഫ്രം കോട്ട. കത്പുട്ടാലി ഓഫ് ഉദയ്പൂർ രാജസ്ഥാൻ ആൻഡ് കട്ടം ബണ്ട് ഫ്രം ജമ്മു ആൻഡ് കാശ്മീർ. ഇത് സം ഓഫ് ദി ഹാൻഡിക്രാഫ്റ്റ്സ് ഗുഡ്സ് ഫ്രം ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് വിച്ച് ഗെറ്റ് GI ടാഗാണ്. ഇപ്പോൾ റോസ്വുഡ് ഇൻലേ ആണിത്, ഒരു എലിഫൻറ്റിൻ്റെ ഒരു സ്കൾപ്ചറാണ് ഫ്രം കർണാടക. നെക്സ്റ്റ്, ബ്ലൂ പോട്രി വരുന്നത് ജയ്പൂരിൽ നിന്നാണ്. പിന്നെ കട്ടം ബാണ്ട് ഫ്രം ജമ്മു ആൻഡ് കാശ്മീർ, ഒരു ടൈപ്പ് ഓഫ് സീലിംഗ് വർക്ക്സ് ആണ് കട്ടം കാണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫുഡ് സ്റ്റെപ്സ് ഫ്രം ബിക്കനാരി ഭുജിയ ഫ്രം ബിക്കനാർ രാജസ്ഥാൻ. നഗോരി മാൽപ ഫ്രം രാജസ്ഥാൻ ആൻഡ് ആഗ്ര പേട ഫ്രം ആഗ്ര UP. മധുര പേട ഫ്രം മധുര UP. ആന്ധ്ര പിക്കിൾസ് ആന്ധ്രാപ്രദേശ്. തിരുപ്പതി ലഡു ഓർ ശ്രീവാരി ലഡു ഫ്രം ആന്ധ്രാപ്രദേശ്. പിന്നെ ചില ഫുഡ് സ്റ്റെപ്സിന് അല്ലെങ്കിൽ ചില ഫുഡിനും ജോഗ്രഫി ഇൻഡിക്കേറ്റർ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ബിക്കനാരി ഭുജിയ ഫ്രം ബിക്കനർ രാജസ്ഥാൻ. നഗൗരി മാൾപോ ഫ്രം രാജസ്ഥാൻ. ആഗ്ര പേട ഫ്രം ആഗ്ര ആൻഡ് മധുര പേട ഫ്രം UP. ഇത് രണ്ടും സ്വീറ്റ്സ് ആണ്. പിന്നെ ആന്ധ്ര പിക്കിൾസ് ആന്ധ്രാപ്രദേശ്. പിന്നെ തിരുപ്പതി ലഡു ഫ്രം ആന്ധ്രാപ്രദേശ്. അതിൻ്റെ പിക്ചേഴ്സാണ് ആഗ്ര പേടയും ഹൈദരാബാദി ഹലീം. ബിക്കനരി ഭുജിയ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മിക്സർ പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ ഹൈദരാബാദി ഹലീം ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്നതാണ്. പിന്നെ തിരുപ്പതി ലഡു, പിന്നെ മധുര പേട ഒരു ടൈപ്പ് ഓഫ് സ്വീറ്റ്സ് ആണ്. പിന്നെ നാച്ചുറൽ ഗുഡ്സിൽ വരുന്നതാണ് ലിഗ്നൈറ്റ് ഫ്രം നെയ്വേലി. നെയ്വേലിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന ലിഗ്നൈറ്റ്. പിന്നെ ഗോൾഡ് ഫ്രം കോളാർ ഗോൾഡ് മൈൻ കർണാടക. പിന്നെ ജോഹനാസ്ബർഗ് സൗത്ത് ആഫ്രിക്കയിലുള്ളതാണ്. പിന്നെ പെട്രോളിയം അറേബ്യൻ റീജിയനാണ് പെട്രോൾ ഉള്ളത്. So what is the difference between a geographical indication and a trademark? The geographical indications are closely related to trademarks. Both indicate product origin. But the trademark identify goods or service originating from a particular company, whereas the geographical indication identifies the goods originating from a particular place. This is the main difference. In the geographical indication, I will attach to a location, whereas trademarks not. A trademark can be assigned or licensed to anyone anywhere in the world because it is linked to a specific company and not to a particular place, whereas the GI used by all person should be from a particular area of origin, and GI cannot be assigned or licensed to another persons. So what is the difference between a trademark and a geographical indicator mark? A trademark indicates the goods or products from a particular company, whereas the GI tag indicates the goods or products from a particular geographical area or particular place.
the location is attached, in the case of geographical indication mark the location is attached to it, whereas in the case of trademark the location is not attached to it. And the person who get the trademark can assign or give license to another person anywhere or anywhere in the world, whereas a person who get whereas the GA mark cannot be given license or assigned to another person, and it should be from the same geographical area. അപ്പോൾ ട്രേഡ് മാർക്കും ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. അപ്പോൾ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് ഓർ സർവീസസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അതൊരു ലൊക്കാലിറ്റി അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് ഒരു ലൊക്കേഷൻ ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ കൂടി ഒരു ലൊക്കേഷൻ അതിൻ്റെ കൂടി ഉണ്ടാവും. പക്ഷേ ട്രേഡ് മാർക്കിന് അങ്ങനെ ലൊക്കേഷൻ ഇല്ല. അപ്പോൾ ട്രേഡ് മാർക്ക് കിട്ടിയ ആൾക്ക് ആ ട്രേഡ് മാർക്ക് വേറെ ഏത് ആക്കുവാണെങ്കിലും ലൈസൻസ് കൊടുക്കാൻ പറ്റും, അത് ഏതാൾക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആൾക്ക് വേണമെങ്കിലും നമുക്ക് ട്രേഡ് മാർക്കിന് ലൈസൻസ് കൊടുക്കാൻ പറ്റും. പക്ഷേ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ മാർക്കിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല, ലൈസൻസ് കൊടുക്കാൻ പറ്റില്ല. അത് ആ പെർട്ടിക്കുലർ റീജിയനിൽ ആ ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിൽ നിന്ന് വരുന്ന പ്രോഡക്ട്സിന് മാത്രമേ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റൂ, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ മാർക്ക് കൊടുക്കാൻ പറ്റും. താങ്ക് യു.